അതിശക്തമാകും യുദ്ധം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഒരു കരാറിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണല്ലോ ഈ രാജ്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കരാറിൽ എത്തി നിൽക്കുമ്പോൾ ഇറാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യം ഈ കരാർ, സമാധാന കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിടണമെങ്കിൽ അതിൽ ലെബനനെതിരായിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ്. ഈ ഹെസ്ബുള്ളക്കെതിരായിട്ട് നടത്തുന്ന ആക്രമണത്തിന്റെ പേരിൽ ഏതാണ്ട് 20% പ്രദേശം ഈ ലെബനന്റെ പ്രദേശം ഇപ്പോൾ കൈയടക്കി. അത് ലിറ്റനി നദി എന്ന് പറയുന്ന നദി വരെയുള്ള പ്രദേശം കൈയടക്കി. അതും കടന്നിട്ട് ഇപ്പൊ സഹറാൻ നദി എന്ന് പറയുന്ന കുറച്ചുകൂടി മുന്നോട്ട് കയറി വീണ്ടും ഒരു 10% കൂടി പ്രദേശം കൈയടക്കാനും അവിടെയുള്ള ജനങ്ങളെ കൊല്ലാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ 10 ലക്ഷത്തിലേറെ ആളുകൾ ആ രാജ്യം വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ യാതൊരു അതായത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ ലെബനനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലുണ്ട്. ഇപ്പൊ പറയുമ്പോൾ നമ്മൾ കാണുന്ന വാസ്തവത്തിൽ ഈ സീസ് ഫയർ വാറാണ്, വെടിനിർത്തൽ കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള യുദ്ധമാണ് വാസ്തവം നടക്കുന്നത്. അത് ജനങ്ങളെ നിരന്തരമായി കൊന്നുകൊണ്ട്, ഗാസയിൽ എപ്രകാരമാണോ ഈ ഇസ്രായേൽ ആക്രമണം നടത്തി ജനങ്ങളെ കൊന്നുകൊണ്ടിരുന്നത്, ഏതാണ്ട് അതിന് സമാനമായി തെക്കൻ ലെബനൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടും അവരെ അവിടെ നാട്ടിപ്പായിച്ചുകൊണ്ടും അവരുടെ പ്രദേശങ്ങളിൽ നാട്ടിപ്പായിച്ചുകൊണ്ടുമുള്ള യുദ്ധമാണ് നടത്തുന്നത്. അത് കൈയടക്കാൻ വേണ്ടി നടത്തുന്ന ഇസ്രായേലിന്റെ മറ്റൊരു ശ്രമമാണ്. അത് അനുവദിക്കാൻ പറ്റില്ല, അതുകൂടി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇറാന്റെ നിലപാടിന്റെ ഫലമായിട്ട് ഈ അമേരിക്കയുടെ ഇടപെടല് വാസ്തവത്തിൽ ഫലപ്രദമാകുന്നില്ല. അപ്പൊ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റത്തില്ല ഇറാനെ സംബന്ധിച്ച്. കാരണം ഇറാന്റെ പ്രോക്സി, എല്ലാവരും പറയുന്ന പോലെ ഇറാന്റെ പ്രോക്സിയാണ് ഹെസ്ബുള്ള എന്നുള്ളത് വസ്തുതയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് അവസാനം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് അവർ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത്. ഇന്ന് നമ്മൾ രാവിലെ കണ്ട വാർത്ത ഇസ്രായേലിനോട് തിരിച്ചടിക്കരുത് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുമായി നമ്മൾ കണ്ടു. അതിനുശേഷം വീണ്ടും ഒരു ആക്രമണം നടത്തി. തുടർന്നുള്ള ആക്രമണം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ അടിച്ചു, നിങ്ങൾ കുറെ ഇറാൻ എന്ന് പറയുന്നത് വളരെ വലിയ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കല്ല ഇസ്രായേൽ അടിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ തിരിച്ചും. അപ്പൊ ഇസ്ഫഹാനിലൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇനി ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിശക്തമായ ഒരു യുദ്ധം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി സാർ, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നിലവിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നു, അത് മുന്നോട്ട് പോക്കിനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? പ്രത്യേകിച്ച് ഈ കരാറുകളൊന്നും തന്നെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത രീതിയിലേക്ക് ഇറാൻ വഴിമാറാനുള്ളൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകില്ലേ? അല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം, ഈ ഗാസയിൽ വെടിനിർത്തൽ ഇന്ന് എത്ര നാളായി പ്രഖ്യാപിച്ചിട്ട്? ഗാസയിൽ ഇപ്പോഴും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആക്രമണം നടത്തിയ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കല്ലേ? വെടിനിർത്തലുണ്ട് അവിടെ, നിയമപരമായി വെടിനിർത്തലുണ്ട്. പക്ഷെ ആ വെടിനിർത്തലിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നുണ്ടോ? ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല മാത്രമല്ല, ഈ ഗാസയിൽ ആൾക്കാരെ നിരന്തരം ദിവസക്കണക്കിന് കൊന്നുകൊണ്ടിരിക്കുന്നു, വെസ്റ്റ് ബാങ്കിൽ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ഗാസയിൽ 3 പേർ മരിച്ചു, കുട്ടിയടക്കം 3 പേർ മരിച്ചു. ഒരു കുഞ്ഞു മരിച്ചു. അതായത് ഈ ലെബനനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നിൽക്കുന്നു. പക്ഷെ വെടിനിർത്തലിന് ഒരു പ്രാബല്യവുമില്ല. അവര് നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ ഇപ്പോഴത്തെ സംഘടനത്തിന്റെ ഒരു പശ്ചാത്തലം. അതാണ് വെടിനിർത്തൽ കരാറ് ഗാസയുമായും ലെബനനുമായും ഇസ്രായേൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ നിരന്തരമായി ആക്രമണം നടത്തി കുഞ്ഞുങ്ങളടക്കമുള്ളവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇറാൻ അപ്പോ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയത്. സ്വാഭാവികമായിട്ടും അമേരിക്ക ഇടപെടുവിക്കുക, ഈ പ്രശ്നത്തിൽ ഇടപെടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയത്. തീർച്ചയായിട്ടും ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഉടൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ചു, കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം, യുദ്ധം അവസാനിപ്പിക്കണം, ഇറാൻ നിങ്ങളെ ആക്രമിച്ചു, നിങ്ങളും ആക്രമിച്ചു, ഇനി നിർത്തുക എന്ന് പറയുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിനെ കാണുന്ന ഒരു സിംബോളിക് ആയിട്ടാണ്, ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ആക്രമണം. അതായത് അമേരിക്കയുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവന്ന് ഈ സമാധാന കരാറിൽ, ഇറാനും അമേരിക്കയും തമ്മിൽ ഏർപ്പെടുന്ന സമാധാന കരാറിൽ ലെബനൻ പ്രശ്നം കൂടി പരിഹരിച്ച്, ലെബനനിലെ സംഘർഷങ്ങൾ കൂടി ഇസ്രായേൽ നിർത്തുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണ ഉദ്യമമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പോൾ നിലവിൽ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ നിമിഷം നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിലവിലെ ആക്രമണങ്ങൾ, ഇറാൻ നടത്തിയ സെക്കൻഡ് വേവ് മിസൈൽ ആക്രമണത്തിന് ശേഷം ഇനിയൊരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല.
പക്ഷേ ഇസ്രയേൽ ലെബനനിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കനത്ത ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. മറുഭാഗത്ത് ഹൂതികൾ ശക്തമായി തന്നെ ഇസ്രയേലിന് നേർക്ക് ഇതിനോടകം ഒരു റൗണ്ട് ആക്രമണം പൂർത്തീകരിച്ചു, അടുത്ത റൗണ്ടിനായി തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചന കൂടിയാണ് ലഭിക്കുന്നത്. ഇസ്രയേൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പഴയ ആഭ്യന്തര മന്ത്രി യോവ് ഗാലന്റ് അടക്കം പറഞ്ഞിരിക്കുന്നു, ഇറാനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവരുടെ പക്കൽ നിന്ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സമുഷ്ടീകരിച്ച യുറേനിയം കൈക്കലാക്കണം, മറ്റൊരു രാജ്യത്തേക്ക് അത് കൊണ്ടുപോകണം, 30 വർഷത്തേക്ക് അവരെ പിന്നിലേക്ക് വലിക്കണം എന്നൊക്കെയുള്ള ശക്തമായ ആവശ്യം രാജ്യത്തിനകത്ത് തന്നെ ശക്തമാകുന്നുവെന്നാണ് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ നിലപാട് അങ്ങനെ തന്നെ ആകാനാണല്ലേ പറ്റൂ. കാരണം എന്താണ്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ പശ്ചിമേഷ്യയിലെ അജണ്ടകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേല് ആഗ്രഹിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും, പലസ്തീൻ പ്രദേശങ്ങൾ മുഴുവൻ, പിന്നെ ഈജിപ്തിന്റെ സിനായ് പ്രദേശം മുഴുവൻ, സിറിയയുടെ പ്രദേശം, ഇറാഖിൽ നിന്നുള്ള പ്രദേശം, യോർദാനിൽ നിന്നുള്ള പ്രദേശം, ഇതൊക്കെ കൈയടക്കി ഒരു വിശാല ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ അജണ്ട. എറച്ച് ഇസ്രായേൽ എന്നാണ് അതിന് പറയുന്നത്, ഗ്രേറ്റർ ഇസ്രായേൽ. അത് അവരുടെ സയനിസ്റ്റ് പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന 2 ഘടകങ്ങൾ മാത്രമേ ഇപ്പോ പശ്ചിമേഷ്യയിലുള്ളൂ. അത് പലസ്തീനിലെ ജനങ്ങളും അല്ലെങ്കിൽ പലസ്തീനു വേണ്ടി നിൽക്കുന്ന വിഭാഗവും അവരെ സഹായിക്കുന്ന ഇറാനുമാണ്. അപ്പൊ ഈ 2 ഘടകങ്ങളെയും ഇല്ലാതാക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്താമർ ബെൻഗുറിനെ പോലെയും ഒക്കെയുള്ള, സ്മോട്രിച്ചിനെ പോലെയൊക്കെയുള്ള ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്രവാദ വിഭാഗക്കാരായിട്ടുള്ള മന്ത്രിമാർ പറയുന്നത് തന്നെ എന്താണ്, ഈ യോർദാൻ നദിയുടെ പടിഞ്ഞാറും മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമല്ലാതെ പലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇല്ല. നമ്മൾ കാണേണ്ട കാര്യം 1947 ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച ഈ 2 രാജ്യങ്ങളുടെ പ്രമേയത്തിൽ ഈ ഇസ്രായേലും പാലസ്തീനുമാണ് ഉള്ളത്. പക്ഷേ ആ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അവര് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുന്നതിന് നിദാനമായിട്ടുള്ള ബാൽഫർ കരാർ, ആ 1917 ബാൽഫർ കരാറിലും ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് യഹൂദർക്ക് രാഷ്ട്രം സ്ഥാപിക്കാനായിട്ടുള്ള അനുവാദം ഞങ്ങൾ നൽകുന്നു എന്നാ പറഞ്ഞ. 1947 ഐക്യരാഷ്ട്ര സംഘടന ഈ 2 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ അവരും പറഞ്ഞ എന്താണ്, പലസ്തീനുകൾ താമസിക്കുന്ന ഇടത്തിൽ, പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കാം എന്നുള്ള പ്രമേയമാണ് പാസാക്കിയത്. 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത് ഡേവിഡ് ബെൻഗൂറിയൻ എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാ. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഹൂദർക്ക് വേണ്ടി ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നു എന്നാ പറഞ്ഞ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പലസ്തീൻ ഒരു യാഥാർത്ഥ്യമാണ്. പലസ്തീൻ എന്ന് പറയുന്ന അവിടെ പലസ്തീൻ ജനതയുണ്ട്, പലസ്തീൻ രാഷ്ട്രമുണ്ട്. ആ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ അജണ്ട. അങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെ തടയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് വാസ്തവത്തിൽ ഇറാൻ. അപ്പൊ ഇറാനെ അതുകൊണ്ട് ഇല്ലാതാക്കണം. അപ്പൊ ഇറാനെ ഇല്ലാതാക്കുന്നതിന് ഇവര് എന്തിനാ ഇറാന്റെ ആണവ പദ്ധതിയെ എതിർക്കുന്നത് എന്തിനാ? നമുക്കെല്ലാവർക്കും അറിയാം, പശ്ചിമേഷ്യയിലെ ഒരേ ഒരു ആണവ ബോംബ് കൈവശമുള്ള രാജ്യം ഇസ്രായേലാണ്. ആ ഇസ്രായേൽ നിയമവിധേയമായിട്ടാണോ ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അല്ല. ഇസ്രായേൽ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് രഹസ്യമായ ആണവ ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാജ്യമാണ്. അങ്ങനെ ആണവ ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാജ്യം ഇപ്പോൾ പറയാണ്, നിങ്ങൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ബോംബ് ഉണ്ടാക്കരുത്. അതിനകത്ത് വസ്തുതയുണ്ട്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ പറയുന്നതാണ്, നിങ്ങൾ NPTയിൽ ഒപ്പിട്ട രാജ്യമാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ NPTയിൽ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ട രാജ്യങ്ങൾക്ക് ആണവശക്തി സമാധാന ആവശ്യങ്ങൾക്ക് വികസിപ്പിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അതുപോലും അങ്ങനെയുള്ള നിങ്ങളുടെ കയ്യിൽ ഒരു കാരണവശാലും ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. ആരാ പറയുന്നത്? എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് രഹസ്യമായ ആണവായുധം ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പൊ നമ്മൾ കാണേണ്ട ഒരു രാജ്യം, നമ്മളിപ്പോ നമുക്കറിയാം, നമ്മള് 1998 ആണവ ബോംബ് ഉണ്ടാക്കി. ഒരാഴ്ചക്കുള്ളിൽ പാകിസ്ഥാനും ആണവ ബോംബ് ഉണ്ടാക്കി പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത്? ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള, അവർ പറഞ്ഞാണ്, പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള രാജ്യം ആണവ ബോംബ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ആണവ ബോംബ് ഇരിക്കാൻ പറ്റൂല എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. നമ്മൾ ആണവ ബോംബ് ഉണ്ടാക്കിയപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ 1998 ആണവ ബോംബ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ കത്തയച്ചു എ ബി വാജ്പേയി പറഞ്ഞ എന്താണ്, ഞങ്ങളുടെ അടുത്തുള്ള ഒരു രാജ്യം, ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള രാജ്യം, അതായത് ചൈന, ആണവ ബോംബ് ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ആണവ ബോംബ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സുരക്ഷിതം
പറഞ്ഞു വരുന്നത് ഒരു സെക്യൂരിറ്റി ഡിലമ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് ഒരു രാജ്യം ഭീകരമായ ബോംബുണ്ടാക്കി കൈവശം വെച്ചിരിക്കുമ്പോൾ അതിന്റെ ഇപ്പുറത്തെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യം അതിന് സമാനമായ ബോംബുണ്ടാക്കുക ഒരു സ്വാഭാവിക നീതിയാ. അപ്പൊ രഹസ്യമായി ആണവായുധം ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യമുള്ളപ്പോ മറ്റു രാജ്യം അവരുമായി ശത്രുതയുള്ള രാജ്യം ആണവ ബോംബ് ഉണ്ടാക്കുന്നത് എന്താ തെറ്റ്? എന്നാൽ ആണവ ബോംബുണ്ടോ? ആണവ ബോംബില്ല. ഇതുവരെ അവർ ആണവ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിലേക്ക് പോയത്? 2015 ഒബാമയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഇറാൻ കരാർ, ആ ഇറാൻ കരാറിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആണവ പദ്ധതിയില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ആണവം യുറേനിയം സമ്പുഷ്ടീകരിക്കില്ല, ഞങ്ങൾ 3.67 ഞങ്ങൾ നിർത്തും, ഞങ്ങൾ മുകളിലേക്ക് പോവില്ല, ഞങ്ങളെ എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർക്ക് പരിശോധിക്കാം. അങ്ങനെ അതിനുശേഷം 3 വർഷം നിരന്തരമായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പരിശോധിച്ചു. അവർ പറഞ്ഞു ഇറാൻ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇവർ വേറൊന്നും കുഴപ്പമൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ 3 വർഷം സമാധാനപരമായിട്ട് ഇറാന്റെ ആണവ പദ്ധതി മുന്നോട്ട് പോയപ്പോ ഇസ്രായേലിന്റെ നിർബന്ധപ്രകാരം ആ ആണവ കരാറിൽ നിന്ന് ട്രംപ് പിൻവലിച്ച് കുറച്ചുകൂടി ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴല്ലേ അവർ വാസ്തവത്തിൽ ഇറാൻ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ ആണവ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അതിന്റെ കാരണക്കാരാ? അതിന്റെ കാരണക്കാർ ഇപ്പോ യുദ്ധം നടത്താൻ സഹായിച്ചിരിക്കുന്ന ട്രംപ് തന്നെയല്ലേ? അപ്പൊ ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും നടത്താൻ സമ്മതിക്കാതെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുക എന്നാണ് ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.